നമസ്കാരം. രാജ്യത്തെ ഒരു കേഡർ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ ഒരു കേഡർ സ്വഭാവമുണ്ട്. കേഡർ സ്വഭാവമുള്ള പാർട്ടി വേറെയുമുണ്ടല്ലോ. BJPയും കേഡർ സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ്. പക്ഷേ CPMൻ്റെ കാര്യം ചിലതിലൊക്കെ പ്രത്യേക സവിശേഷതയുണ്ട്, എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPMൻ്റെ ഒരു പച്ച തുരുത്ത്. ത്രിപുരയും ബംഗാളും ഒക്കെ നമുക്കറിയാം, കൈവിട്ടുപോയി. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ള പദവി നിലനിർത്താൻ തന്നെ പെടാപ്പാട് പെടുകയാണ് CPM. കേരളത്തിൽ എന്ത് തന്ത്രവും കുതന്ത്രവും ഇവർ കാണിക്കും. ഏത് തരത്തിലെയും അതിനെയൊക്കെ ന്യായീകരിച്ച് നിർത്തുകയും ചെയ്യും. ഇവരുടെയൊക്കെ തന്നെ മൂത്ത സഖാക്കന്മാരും ഇടത്തരം സഖാക്കന്മാരും കുട്ടി സഖാക്കന്മാരും എല്ലാം തന്നെ കയ്യിലിരിക്കുന്ന കന്നന്തിരിവെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ഇവർ പലതരത്തിലുള്ള വ്യവസായങ്ങളിൽ ഏർപ്പെടും. മൂത്ത സഖാക്കന്മാർ വൻകിട ബിസിനസ് നടത്തും. ഇപ്പോൾ EP ജയരാജനെ പോലുള്ളവർ നടത്തുന്ന ബിസിനസ് നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു വ്യവസായിയുമായിട്ട് ചേർന്നുള്ളതാണ്. അതുപോലെ പിണറായി വിജയനുമുണ്ട് പല തരത്തിലുള്ള ഇടപാടുകൾ. വലിയ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ പല ഏർപ്പാടുകളുമുണ്ട്. ഒരു വലിയ സാമ്രാജ്യം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ ഭരണത്തിൽ നിന്ന് നിഷ്കാസിതനായി കഴിഞ്ഞാൽ നമ്മൾ ഇറാന്, ഇറാഖ്, കുവൈറ്റ് ഇവിടങ്ങളിലൊക്കെയുള്ള ഭരണാധികാരികൾക്കൊക്കെ ഒരു കാലത്ത് സംഭവിച്ചതുപോലെ ഈ കാരണഭൂതനും ഇവിടെ നിന്ന് അപ്രത്യക്ഷനായി പോയി പാർക്കണമല്ലോ. അതിനുവേണ്ടി അദ്ദേഹം വിദേശങ്ങളിൽ താവളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴേക്കിടയിലുള്ള ഈ ബ്രാഞ്ച് സെക്രട്ടറി, അതുപോലെ തന്നെ LC സെക്രട്ടറി, ഇവർക്കൊക്കെ തന്നെയും പലതരത്തിലുള്ള കോറി ബിസിനസ്, മറ്റു പല ബിസിനസ്സുകളും ഒക്കെയുണ്ട്. അതിനോടൊപ്പം തന്നെ അണികളിൽ പലർക്കും പലതരത്തിലുള്ള ബിസിനസ്. അതിലൊരു പ്രധാനപ്പെട്ട ബിസിനസ്സാണ് ഈ ബോംബ് നിർമ്മാണം. ബോംബ് നിർമ്മിച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് കൊടുക്കുന്ന, പാർട്ടിയുടെ അംഗീകൃത ബോംബ് നിർമ്മാണ ഏജൻസികളാണ് കേരളത്തിൽ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് കണ്ണൂർ ഭാഗത്ത് പാനൂരിലെ നമുക്ക് ഏറ്റവും അവസാനത്തെ തെളിവാണ്. അവിടെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടവർ ഉണ്ട്. അവർക്ക് നമ്മൾ പലർക്കും ഈ സ്മാരകം പണിയും. അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി, രാജ്യം സൂക്ഷിച്ച ഭടന്മാർ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച അവർക്ക് വേണ്ടി സ്മാരകം പണിയും. അതുപോലെ തന്നെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചവർക്ക്, പൊതുസമ്മതരായിട്ടുള്ളവർക്ക് സ്മാരകം പണിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, ചരിത്ര പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ. എന്നാൽ CPM ഇതാ വേറൊരു ചരിത്രം ഇവിടെ തിരുത്തി കുറിക്കുകയാണ്. അവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഈ കുലത്തൊഴിൽ സ്വീകരിച്ചിരിക്കുന്ന CPMൻ്റെ കുലത്തൊഴിലാണ് ഈ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത്. ആ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ സ്മാരകം പണിയുന്നു. ആ സ്മാരകത്തിലൊക്കെ ഇനിയും പുഷ്പാർച്ചനയും ഒക്കെ നടത്തിയിട്ടായിരിക്കും ഇവരെ പല കാര്യങ്ങളിലും ഒക്കെ ഇനിയും പുതിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ പോകുന്നത്. ഇവ രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ ഒന്ന് ഹാരാർപ്പണം നടത്താറുണ്ടല്ലോ, അതുപോലെ ഇനിയും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട് കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവിടെ ആ മണ്ഡപത്തിൽ പിന്നെ ഇതൊക്കെ അർപ്പിക്കും. ഈ മൂത്ത സഖാക്കന്മാരുണ്ടല്ലോ, ഈ പറഞ്ഞാൽ വലിയ സഖാക്കന്മാർ. അപ്പോൾ അങ്ങനെയുള്ള ഈ സഖാക്കന്മാരും കുട്ടി സഖാക്കന്മാരും എല്ലാം ഇവിടെ ഹാരാർപ്പണം നടത്തിയിട്ടായിരിക്കും ഇനിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ എന്തായാലും CPM അംഗീകരിച്ചു അവർക്ക് ബോംബ് നിർമ്മാണം ഉണ്ട് എന്നുള്ളത്. ഇത് അവരുടെ കുലത്തൊഴിലാണ്. ഇനിയും ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും അതുപോലെ തന്നെ അതിലേർപ്പെട്ട് ആ കൃത്യത്തിൽ ഏർപ്പെട്ട്, അതായത് ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ തന്നെ അന്ത്യം സംഭവിച്ചവരുടെയൊക്കെ ചിത്രം AKG സെൻറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഭാവിയിൽ AKG സെൻറ്ററിൽ ഈ പലർക്കും സന്ദർശിക്കാനുള്ള അവസരം കൊടുക്കും. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചുവരികളിൽ ഇങ്ങനെ എഴുതിയിട്ടേക്കും പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ മരിച്ചവർ, പിന്നെ അതുപോലെ കണ്ണൂരിലെ, അങ്ങനെ പല ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ പല പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ ഈ കുലത്തൊഴിൽ ഏർപ്പെട്ട് അന്ത്യം സംഭവിച്ചവരുടെയൊക്കെ ചിത്രം പതിക്കുകയും അതിലൊക്കെ ചുവന്ന മാലയൊക്കെ ഇട്ട് അവരെ ഇരുത്തിയേക്കും. അതാണ്. അപ്പോൾ എന്തായാലും ഇവരൊരു കേഡർ പാർട്ടി തന്നെയാണ്.
അവരെ ഏത് തരത്തിൽ മരിച്ചവരെയും ഒക്കെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ വേറെ ഏത് പാർട്ടിയുണ്ട്, ഏത് പ്രസ്ഥാനമുണ്ട്? ഇപ്പം ജയരാജൻ തന്നെ ഇതാ പറഞ്ഞിരിക്കുന്നു, ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം, അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. കാരണം ഈ പാർട്ടി എന്ന് പറയുന്നത് പിന്നെ ഈ തീയിൽ കുരുത്തതാണ്. അങ്ങനെയുള്ള പാർട്ടിയിൽ ഇവർക്ക് ബോംബ് നിർമ്മാണം എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഒരു കലയാണ്. ഇത് പ്രത്യേകമായ പരിശീലനമൊക്കെ അവർ കൊടുക്കുന്നുമുണ്ട്. ഗോവിന്ദൻ മാഷ് പ്രത്യേകം ആൾക്കാരെയൊക്കെ അതിനകത്ത് നിർത്തി പരിശീലനമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ സാംസ്കാരിക പിന്നെ എച്ചുകളുണ്ടല്ലോ, AK സെൻറ്ററിൽ നെല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പോയി എടുത്ത് നക്കിയിട്ട് ഇവരുടെ ഉച്ഛിഷ്ടവും ഭക്ഷിച്ചും കിടക്കുന്ന കുറേ സാംസ്കാരിക എച്ചുകളുണ്ട്. അവരൊക്കെ തന്നെ ഇതിനെയൊക്കെ വാഴ്ത്തുകയും ചെയ്യും. ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് നമ്മുടെ സച്ചിദാനന്ദ മഹാകവികൾ ചിലപ്പോൾ കവിത എഴുതും. അതിലൂടെ അവരുടെ ആദരാഞ്ജലിയൊക്കെ അർപ്പിച്ചുകൊണ്ട് ഈ കുറേ കവികളുണ്ടല്ലോ, ഈ കൂണ് പോലെ മുളയ്ക്കുന്ന കുറേ കവികളുണ്ട്. രാവിലെ പിന്നെ എഴുതി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അസ്തമിക്കുന്ന കുറേ കവി പുങ്കവന്മാരുണ്ട്. അവർ കവിത എഴുതി ആലപിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ പിന്നെ സാംസ്കാരിക നായകനായിട്ട് അഭിനയിച്ച് നടക്കുന്ന MA ബേബി, പോളിറ്റ് ബ്യൂറോ മെമ്പർ, അദ്ദേഹം ഇവർക്കൊക്കെ തന്നെ വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനവും കൊടുക്കും. അപ്പോൾ എന്തായാലും CPM എന്ന് പറയുന്ന കേഡർ പാർട്ടി ചെയ്ത ഈ പുതിയ സംഭവം, അതായത് ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കുള്ള സ്മാരകം, അത് നമ്മൾ അംഗീകരിച്ച് മതിയാവൂ. അതൊരു നവോത്ഥാനമാണ്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള സഖാക്കന്മാരോട് നമുക്ക് എല്ലാ തരത്തിലുള്ള വിപ്ലവ അഭിവാദ്യങ്ങളും നേരാം.